ഇറാൻ ഇസ്രയേൽ പോരാട്ടം കനക്കുകയാണ്. ഇറാൻ്റെ ആണവ സംവിധാനങ്ങളാണ് ഇസ്രയേലിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അവരുടെ ആണവ സംവിധാനങ്ങളെ ലക്ഷ്യമാക്കിയാണ് കൂടുതലും ആക്രമണങ്ങൾ നടക്കുന്നത്. ഇവിടെ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ ആണവ സംവിധാനങ്ങൾ തകർന്നാൽ വലിയ ആണവ ദുരന്തങ്ങൾക്ക് കാരണമാകില്ലേ? ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ പോലെ ഈ നിലയങ്ങൾ പൊട്ടിത്തെറിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ലേ? ചെർണോബിൽ പോലെ എണ്ണിയാലൊടുങ്ങാത്ത ദുരന്തങ്ങളാവില്ലേ സംഭവിക്കുക? ഇതൊരു സുപ്രധാന ചോദ്യമാണ്. എന്നാൽ നമുക്കിന്ന് ആ വിഷയം തന്നെ ചർച്ച ചെയ്യാമല്ലോ. റെഡിയല്ലേ? നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിരോഷിമ, നാഗസാക്കി, 3 മൈൽ ഐലൻഡ്, ചെർണോബിൽ, ഫുക്കുഷിമ എല്ലാം നടുക്കുന്ന ഓർമ്മകളാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും പൊട്ടിയത് യഥാർത്ഥ അണുബോംബുകൾ തന്നെ ആയിരുന്നുവെങ്കിൽ ബാക്കിയെല്ലാം ആണവ വൈദ്യുതി നിലയങ്ങളിൽ സംഭവിച്ച ദുരന്തങ്ങളാണ്. നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും അപകടം പിടിച്ചതും എന്നാൽ പ്രകൃതി സൗഹൃദപരവുമായ വൈദ്യുതി നിർമ്മാണം നടക്കുന്നത് ആണവ നിലയങ്ങളിലാണ്. കാരണം അവ ഒട്ടും കാർബൺ പുറത്തുവിടുന്നില്ല. എന്നാൽ അത്യന്തം അപകടകരമായ റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന ആണവ ഇന്ധനങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളാവുകയും ചെയ്യും. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. ആണവ നിലയങ്ങൾ അണുബോംബുകളല്ല. അവ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ അണുബോംബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ പൊട്ടിത്തെറിക്കാനാണ്. രണ്ടിലെയും അടിസ്ഥാന സയൻസ് ഒന്നാണെങ്കിലും ടെക്നോളജിയും പർപ്പസും തീർത്തും വ്യത്യസ്തമാണ്. നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതുപോലെ യുറേനിയത്തിൻ്റെ യുറേനിയം 235 എന്ന ഐസോട്ടോപ്പ് അഥവാ വകഭേദമാണ് ആണവ നിലയങ്ങളിലും ആണവ ബോംബുകളിലും ന്യൂക്ലിയർ ഫിഷനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു യുറേനിയം 235 ന്യൂക്ലിയസിനെ ന്യൂട്രോൺ കൊണ്ട് ഫയർ ചെയ്യുമ്പോൾ അത് രണ്ടായി പിളർന്ന് 2 മൂലകങ്ങളുടെ ന്യൂക്ലിയസായി മാറുകയും ഒപ്പം 3 ന്യൂട്രോണുകൾ പുറത്തു വരികയും കുറച്ച് മാറ്റർ മാസ് വലിയ എനർജിയായി ചൂടായി പുറത്തു വരികയും ചെയ്യും. ആ 3 ന്യൂട്രോണുകൾ 3 ന്യൂക്ലിയസുകളെ പിളർക്കും. അപ്പോൾ കൂടുതൽ ഊർജം പുറത്തു വരും. ആ 3 ന്യൂക്ലിയസുകളിൽ നിന്ന് 9 ന്യൂട്രോണുകൾ വന്ന് 9 ന്യൂക്ലിയസുകളെ പിളർക്കും. അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ കോടിക്കണക്കിന് ന്യൂക്ലിയസുകൾ പിളരുന്ന ചെയിൻ റിയാക്ഷനായി മാറി അത് ഭീകരമായ ഒരു പൊട്ടിത്തെറിയിലെത്തും. ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ ബോംബിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഊർജത്തെ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ഇവിടെ ഈ ചെയിൻ റിയാക്ഷനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ആ ചെയിൻ റിയാക്ഷനെ നിയന്ത്രിച്ച് ഒരു പൊട്ടിത്തെറിയിലെത്താതെ നോക്കുന്നു. ഓരോ ന്യൂക്ലിയസ് പിളരുമ്പോഴും 3 ന്യൂട്രോണുകൾ ഉണ്ടായി അവ ചെന്ന് 3 പിന്നീട് 9 അങ്ങനെ ന്യൂക്ലിയസുകൾ പിളരുന്നതാണല്ലോ ചെയിൻ റിയാക്ഷൻ. അപ്പോൾ ഈ ന്യൂട്രോണുകളുടെ എണ്ണത്തെ നിയന്ത്രിച്ചാൽ തീർച്ചയായും ചെയിൻ റിയാക്ഷനെയും നിയന്ത്രിക്കാൻ കഴിയുമല്ലോ. അത് തന്നെയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടക്കുന്നത്. ആദ്യത്തെ ന്യൂക്ലിയസ് പിളരുമ്പോൾ ഉണ്ടാകുന്ന 3 ന്യൂട്രോണുകളിൽ 2 എണ്ണത്തിനെ അങ്ങ് പിടിച്ചു മാറ്റിയാൽ പിന്നെയുള്ളത് 1 ന്യൂട്രോണാണ്. അതുകൊണ്ട് 1 ന്യൂക്ലിയസിനെയാണ് പിളർക്കാൻ കഴിയുക. വീണ്ടും ഉണ്ടാകുന്ന 3 ന്യൂട്രോണുകളിൽ 2 എണ്ണത്തിനെ വീണ്ടും മാറ്റും. അങ്ങനെ കൃത്യമായി കൂടുതൽ ഉണ്ടാകുന്ന ന്യൂട്രോണുകളെ മാറ്റി നിയന്ത്രിതമായ രീതിയിൽ ചെയിൻ റിയാക്ഷൻ നടത്തി ഏതാണ്ട് 1000 ഡിഗ്രിക്കടുത്തുള്ള ചൂടുണ്ടാക്കി ആ ചൂടുപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവി അഥവാ ഈ സ്റ്റീം ഉണ്ടാക്കി ആ ഹൈ പ്രഷർ സ്റ്റീം ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കി ആ ടർബൈനുകളോട് ഘടിപ്പിച്ച ജനറേറ്ററുകളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക എന്നതാണ് ന്യൂക്ലിയർ വൈദ്യുതി നിലയങ്ങളിൽ ചെയ്യുന്നത്. ഇവിടെ പ്രധാനം ന്യൂട്രോണുകളെ അരിച്ചു മാറ്റുന്നതാണ്. അതിന് പല മാർഗങ്ങളുണ്ട്. ബോറോൺ കാർബൈഡ്, ഹാഫ്നിയം ഒക്കെ മികച്ച ന്യൂട്രോൺ അബ്സോർബേഴ്സാണ്. ഇങ്ങനെയുള്ള ന്യൂട്രോൺ അബ്സോർബേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയ അനേകം ദണ്ടുകൾ റോഡുകൾ ഈ
ഒരു ന്യൂക്ലിയർ കോറിൽ ഉണ്ടാകും. ഈ ദണ്ടുകൾ പൂർണ്ണമായും ഉള്ളിലേക്ക് കടത്തി വെച്ചാൽ റിയാക്ഷൻ നിലയ്ക്കും. ദണ്ടുകൾ പുറത്തേക്ക് വലിക്കുന്നതിനനുസരിച്ച് റിയാക്ഷൻ കൂടും, ഊർജം പുറത്തു വരുന്നതും കൂടും. നമ്മളെങ്ങനെയാണ് ഒരു ഫാനിൻ്റെ റെഗുലേറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആ റെഗുലേറ്റർ ഒരു വശത്തേക്ക് തിരിക്കുമ്പോൾ ഫാൻ്റെ സ്പീഡ് കൂടും, മറുവശത്തേക്ക് തിരിക്കുമ്പോൾ ഫാൻ്റെ സ്പീഡ് കുറയും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ഷനെ നിയന്ത്രിക്കുന്ന റെഗുലേറ്ററുകളാണ് ഈ പറഞ്ഞ കൺട്രോൾ റോഡുകൾ. ഇതുകൂടാതെ റിയാക്ടർ കോറിൻ്റെ ചൂട് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ട കൂളൻറ്റുകൾ, ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ വേണ്ട മോഡറേറ്ററുകൾ എല്ലാം കൂടി ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂട്രോണുകളുടെ വേഗത വളരെ കൂടിക്കഴിഞ്ഞാൽ അത് ഈ ന്യൂക്ലിയസിനെ പിളർക്കാതെ അത് കടന്നങ്ങ് പോകും. അപ്പോൾ ആ വേഗതയൊന്ന് കുറയ്ക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് മോഡറേറ്ററുകൾ ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള മോഡറേറ്ററുകളുണ്ട്. ഖനജലം അഥവാ ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ് ഇതൊക്കെയാണ് പൊതുവേ ഉപയോഗിക്കുന്ന മോഡറേറ്ററുകൾ. സാധാരണ വെള്ളം, ഹെവി വാട്ടർ, മോൾട്ടൺ സോൾട്ട് എന്നിങ്ങനെ പലതും ഈ പറഞ്ഞ കൂളൻറ്റുകളായും ഉപയോഗിക്കുന്നുണ്ട്. കൂളൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മൾ കാറിലൊക്കെ റേഡിയേറ്റർ ഉപയോഗിക്കുന്നില്ലേ, ആ റേഡിയേറ്ററിലേക്ക് കൂളൻ്റ്, വെള്ളം ചിലപ്പോൾ വെള്ളമായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേക കൂളൻ്റ് ഉണ്ടാകും. അതെന്തിനാണ്? അധികം വരുന്ന ചൂടിനെ അബ്സോർബ് ചെയ്ത് പുറത്ത് കളയാൻ വേണ്ടിയാണ്. അത് തന്നെയാണ് ഈ റിയാക്ടറിൻ്റെ ഉള്ളിലും നടക്കുന്നത്. അധികം വരുന്ന ചൂടിനെ അബ്സോർബ് ചെയ്ത് അതിനെ പുറത്തേക്ക് കളയണം. ഉപയോഗിക്കുന്ന കൂളൻറ്റുകൾക്കനുസരിച്ച് റിയാക്ടറിൻ്റെ സ്ട്രക്ചർ, സ്വഭാവം എല്ലാം മാറും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഹെവി വാട്ടർ റിയാക്ടർ, ഗ്രാഫൈറ്റ് റിയാക്ടർ എന്നൊക്കെ. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കൂളൻറ്റുകളുടെയും മോഡറേറ്ററുകളുടെയും ഒക്കെ സ്വഭാവത്തിനനുസരിച്ചാണ് ഈ പേരുകളൊക്കെ മാറുന്നത്. ന്യൂക്ലിയർ നിലയങ്ങളിലും ബോംബുകളിലും ഫിഷന് വേണ്ടി ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണെങ്കിലും ഒരേ ഇന്ധനമാണെങ്കിലും ഇതിനും വലിയ വ്യത്യാസമുണ്ട്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന യുറേനിയത്തിൻ്റെ 99.3% ഫിഷൻ സാധ്യമല്ലാത്ത അഥവാ പിളർക്കാൻ സാധ്യമല്ലാത്ത യുറേനിയം 238 എന്ന ഐസോട്ടോപ്പ് അഥവാ വകഭേദമാണ്. 0.7% മാത്രമാണ് യുറേനിയം 235 ഉള്ളത്. ഇതിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് ഈ 0.7% എന്നത് 3 to 7% വരെ യുറേനിയം 235 ആക്കിയാൽ അത് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കാം. ഇത്രയും സമ്പുഷ്ടീകരിച്ച യുറേനിയം ചെറിയ പെല്ലറ്റുകളാക്കി അവ നീണ്ട ദണ്ടുകളിൽ നിറയ്ക്കുന്നതാണ് റിയാക്ടറുകളിലെ ന്യൂക്ലിയർ ഇന്ധനം, ന്യൂക്ലിയർ ഫ്യൂവൽ. ഇത് ഒരിക്കൽ റിയാക്ടറിൽ ഫില്ല് ചെയ്താൽ 8 വർഷം വരെ ഉപയോഗിക്കാൻ കഴിയും. 8 വർഷം കഴിഞ്ഞ് മാത്രം അത് മാറ്റിയാൽ മതി. എന്നാൽ അണുബോംബുകളിൽ 90%-ലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ അതൊരു വലിയ ബോംബാക്കി മാറ്റാൻ കഴിയൂ. നോക്കൂ, ഈ ബോംബ് എന്ന് പറയുന്നത് 90% സമ്പുഷ്ടീകരിച്ച എൻറിച്ച് ചെയ്ത യുറേനിയം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ പൊട്ടിത്തെറിക്കുന്നതാണ് ബോംബ്. എന്നാൽ 3 മുതൽ 7% വരെ മാത്രം എൻറിച്ച് ചെയ്ത യുറേനിയം 8 വർഷം കൊണ്ട് ഉപയോഗിക്കുന്നതാണ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ ഈ 8 വർഷം കൊണ്ട് 7% വരെ എൻറിച്ച് ചെയ്ത യുറേനിയത്തിൽ നിന്ന് വരുന്ന എനർജിയുടെ 100 കണക്കിന് മടങ്ങ് എനർജിയാണ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒരു ബോംബിൽ നിന്ന് വരുന്നത്. ഇതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരാണവ നിലയം ഒരിക്കലും ബോംബാകില്ല എന്ന് മനസ്സിലായില്ലേ? ഇനി ഒരു ആണവ നിലയത്തിൽ അപകടമുണ്ടായാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ആണവ ഇന്ധനം, അതായത് യുറേനിയം ദണ്ടുകൾ, കൺട്രോൾ റോഡുകൾ ഒക്കെ അടങ്ങിയ ആ ഫ്യുവൽ സിസ്റ്റം ഉള്ളത് റിയാക്ടർ കോറിൻ്റെ ഉള്ളിലാണ്. അവിടെയാണ് ചെയിൻ റിയാക്ഷൻ നടക്കുന്നത്. റിയാക്ടർ അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ ചൂട് 1000 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്താണ് ഉണ്ടാവുക. കൂടുതൽ ഉണ്ടാകുന്ന ചൂട് കൂളൻറ്റുകൾ നീക്കിക്കൊണ്ടേയിരിക്കും. ഈ കൂളൻറ്റിനോ കൂളൻ സപ്ലൈക്കോ പമ്പിംഗ് സിസ്റ്റത്തിനോ വാൽവുകൾക്കോ തകരാറ് സംഭവിച്ചാൽ ചൂട് വളരെയധികം ക്രമാതീതമായി ഉയരും. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ റിയാക്ഷൻ കൺട്രോൾ റോഡുകൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് റിയാക്ഷൻ നിർത്തും. പക്ഷേ ചെർണോബിലിൽ
ഒരു ട്രയലിൻ്റെ ഭാഗമായി സാധാരണയിൽ കവിഞ്ഞ രീതിയിൽ റിയാക്ടർ പ്രവർത്തിപ്പിച്ചപ്പോൾ സ്റ്റീം പ്രഷർ കൂടി ഒരേ സമയം കൂളൻ്റ് വാൾവുകൾ തകരാറിലാവുകയും കൺട്രോൾ റോഡുകൾ പ്രവർത്തിക്കാതെ വരികയും ചെയ്തു. അങ്ങനെ ഈ റിയാക്ഷൻ തുടർന്നുകൊണ്ടേയിരുന്നു. ചൂട് അതിവേഗം കൂടി, ആ കൂടുന്ന ചൂട് അതിൽ നിന്ന് മാറിയില്ല. അങ്ങനെ അത് 3000-4000 ഡിഗ്രി വരെ എത്തി. ആ ഘട്ടത്തിലാണ് റിയാക്ടർ പൊട്ടിത്തെറിച്ച് ന്യൂക്ലിയർ റേഡിയേഷൻ വ്യാപിക്കുകയും ന്യൂക്ലിയർ ക്ലൗഡ് ആണവ മേഘങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. കൂടാതെ റേഡിയേഷൻ കലർന്ന ജലവും പുറത്തേക്ക് തെറിച്ചൊഴുകി. അത് പൂർണ്ണമായും ഒരു മാൻ മെയ്ഡ് ഇൻസിഡൻ്റ് ആയിരുന്നു, മാൻ മെയ്ഡ് ആക്സിഡൻ്റ് ആയിരുന്നു. ചെയ്യാൻ പാടില്ലാത്ത പലതും അവിടെ ചെയ്തതും അമിത ആത്മവിശ്വാസവുമായിരുന്നു ചെർണോബിലിൽ വലിയ ദുരന്തത്തിന് കാരണമായത്. അമേരിക്കയിലെ 3 മൈൽ ഐലൻഡിലും സമാനമായ രീതിയിലാണ് സംഭവിച്ചത്. റിയാക്ടർ കോർ ഉരുകി റേഡിയേഷൻ ലീക്ക് ആയെങ്കിലും ചെർണോബിൽ പോലെ വലിയ ദുരന്തമായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? റിയാക്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപകടമുണ്ടായി റിയാക്ടർ കോർ തകർന്നാൽ ആണ് അത് വലിയ അപകടമാകുന്നത്. റിയാക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ അതിൻ്റെ കോർ തകർക്കാൻ ശേഷിയുള്ള ഒരു ബോംബ് പൊട്ടിയാൽ തീർച്ചയായും ചെർണോബിൽ പോലെ ഗുരുതരമായ അപകടമുണ്ടാകും. പക്ഷേ അതൊരിക്കലും ഹിരോഷിമയോ നാഗസാക്കിയോ പോലുള്ള സ്ഫോടനങ്ങളാവില്ല. ഒരു അപകട ഭീഷണിയോ ആക്രമണ സാധ്യതയോ ഉണ്ടായാൽ സെക്കൻഡുകൾ കൊണ്ട് കൺട്രോൾ റോഡുകൾ ഉള്ളിലേക്ക് കയറ്റി റിയാക്ടറിനെ ഓഫ് ചെയ്യാൻ സാധിക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും വൈദ്യുതി അപകടമുണ്ടായാൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ റിയാക്ടർ പ്രവർത്തിക്കാത്തപ്പോൾ ഒരു ബോംബ് വീണ് റിയാക്ടർ കോറിനെ തകർത്താൽ ആണവ ഇന്ധനങ്ങൾ എക്സ്പോസ്ഡ് ആവുക തന്നെ ചെയ്യും. റേഡിയേഷൻ ഭീഷണി ഉണ്ടാകും. അത് പക്ഷേ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. അതിനർത്ഥം ഇതൊന്നും പ്രശ്നമില്ല, സാരമില്ല എന്നല്ല, ഭയപ്പെടുന്നത് പോലെ ഇല്ല എന്ന് മാത്രം. അതുമല്ല, ചെർണോബിൽ ഇൻസിഡൻറ്റിന് ശേഷം ആണവ സുരക്ഷയുടെ മാനദണ്ഡങ്ങളും പ്രോട്ടോക്കോളുകളും പല മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് കൂട്ടുകാരെ, അപകടകരമായ വിമാനയാത്ര ഏറ്റവും സുരക്ഷിതമാക്കിയതുപോലെ തന്നെയാണ് അപകടകരമായ ആണവശക്തിയും സുരക്ഷിതമാക്കിയിരിക്കുന്നത്. റിയാക്ടർ കോറൊക്കെ തകർക്കണമെങ്കിൽ കട്ടിയേറിയ കോൺക്രീറ്റ് തുളച്ചു കയറുന്ന ശക്തിയേറിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെ ഉപയോഗിക്കണം. കാരണം അത്രമാത്രം സുരക്ഷിതമാക്കിയാണ് റിയാക്ടർ കോർ വെച്ചിരിക്കുന്നത്. ശത്രു രാജ്യത്തിൻ്റെ ആണവ ഫെസിലിറ്റികൾ തകർക്കുമെങ്കിലും ഒരു രാജ്യവും റിയാക്ടർ കോർ തകർക്കാൻ ശ്രമിക്കില്ല. അതൊട്ട് എളുപ്പവുമല്ല. 1981 ഇറാഖിൻ്റെ ഒരു ആണവ കേന്ദ്രം ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. ഒരു റേഡിയേഷൻ ഭീഷണിയും ഉണ്ടായില്ല. അതുപോലെ 2007 സിറിയയുടെ ആണവ കേന്ദ്രവും അവർ ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ച് തകർത്തു. അതായത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആണവ നിലയം എന്നാൽ ആറ്റം ബോംബ് എന്നല്ല അർത്ഥം. ഒരു ആറ്റം ബോംബിൻ്റെ മുകളിൽ ബോംബിട്ടാൽ പോലും അത് പൊട്ടില്ല. ആറ്റം ബോംബ് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഇഗ്നീഷ്യൻ, ഡെറ്റനേഷൻ സീരീസുകൾ എല്ലാം പ്രവർത്തിച്ച് അവസാനമേ സ്ഫോടനം നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു വെടിമരുന്ന് പുരയ്ക്ക് മുകളിൽ ബോംബിട്ട് കത്തിക്കുന്നത് പോലെ അല്ല കൂട്ടുകാരെ ആണവ പ്രവർത്തനവും ആണവ സ്ഫോടനവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.